ഇയാൾ പറയുന്നത് രണ്ടുപേരും നമ്മൾ മനസ്സിലായി എന്തെങ്കിലും ആട്ടെ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താന്ന് വെച്ചാൽ ഡീലാക്കട്ടെ. എനിക്ക് ഇതിലൊന്നും എനിക്ക് തലയിടാൻ താല്പര്യമില്ല. കാര്യം പറയില്ല. ഇയാൾ പറയുന്നത് ഞാൻ ഇയാളെ വിറ്റ് കണ്ടന്റ് ഉണ്ടാക്കുന്ന പറഞ്ഞു. ഇയാൾ ഭയങ്കര കണ്ടന്റ് അല്ലേ, ഭയങ്കര കണ്ടന്റ് അല്ലേ. അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ ഒരു കോൺട്രവേഴ്സി ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ലാസ്റ്റുള്ള പോത്ത്, ഞാൻ പേര് പറഞ്ഞു പോത്തിൻ്റെ എല്ലാം കോൺട്രവേഴ്സി ലൈവിന് നമുക്ക് കയറിയ വാച്ചിങ് ഒരു ചെറിയൊരു അല്ലെങ്കിൽ ആസിഫ് പോയിട്ടുള്ള എൻ്റെ അടി ആയപ്പം എൻ്റെ കയറിയ വാച്ചിങ്ങും ഈ അഖിൽമാരായിട്ട് ഇത്രയും വലിയ കോൺട്രവേഴ്സി അടിയും ഇത് നടക്കുമ്പോൾ എനിക്ക് കയറിയ വാച്ചിങ് ആകെ 29,000 30,000 ഇതാണ് വാച്ചിങ്. ഇതാണ് ഇയാളെ വലിയ മാർക്കറ്റ് വാല്യൂ. ഇയാളെ വിറ്റ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുന്ന പറയാം. നമുക്ക് 60-70 KL കയറല് കോൺട്രവേഴ്സി ലൈവ്. അതായത് നമുക്ക് 1-2 മാസം കൂടുമ്പോൾ ഒരു കോൺട്രവേഴ്സി വരും. ഈ മണ്ടം മപ്പാസ് പപ്സൻ മമ്മദ് ഇല്ല, അഖിൽമാരാറ് നീ കണ്ടോ? ഈ മപ്പാസ് പപ്സൻ മമ്മദിന്റെ കോൺട്രവേഴ്സിക്ക് പോലും 75K 80K 1 ലക്ഷത്തിന്റെ അടുത്ത് വാച്ചിങ് നമുക്ക് 75Kയോ അങ്ങനെ എന്തോ കയറി. മനസ്സിലാവും. ഒരു ലൈവിന്റെ മാത്രം വ്യൂസ് 2 മില്യന്റെ 1.5 മില്യന്റെ മുകളിൽ പോയി. മനസ്സിലാവും. നമ്മൾ ഈ 1-2 മാസം കൂടുമ്പോൾ കോൺട്രവേഴ്സി ഉണ്ടാവും. ശരി, എങ്ങനെയും കാര്യം കോൺട്രവേഴ്സി വരും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ നീ വളരെ ചെറിയൊരു മീനാണ് ഇതിലുള്ള. മനസ്സിലാവും. മമ്മൂനെ വെച്ച് കമ്പയർ മമ്മൂ എന്ന് പറഞ്ഞൊരു പപ്സനാണ്. അവന്റെ കോൺട്രവേഴ്സിന്റെ ഒരു 10-1 ഭാഗം വ്യൂസ് പോലും നിന്റെ കോൺട്രവേഴ്സിക്ക് ഇല്ല. അപ്പം നിന്നെ വിറ്റ് ഞാൻ പൈസ ആക്കിയല്ലേ, നിന്നെ കണ്ടിട്ട് ഞാൻ വിറ്റ് എന്ന് പറയല്ല മോനെ. ഇത് എന്നെ പറഞ്ഞോണ്ട് എന്റെ ഈഗോനെ ഹേർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഞാനിതിന് ഇടപെട്ടത്. ഇനിയിപ്പോൾ ആരെ വിൽക്കാൻ പോകുന്നത് നമുക്ക് അറിയാം. അടുത്ത ദിവസങ്ങളിൽ എന്നെ വെച്ച് വീഡിയോ ഉണ്ടാക്കാൻ പോകുന്ന ആരാന്ന് കണ്ടോ. ഓക്കെ.